Hello everyone, welcome back to our channel Shuttu and Mama. അപ്പോൾ ഇന്ന് എണീക്കണം അയ്യോ ഒരു മിനിറ്റ് ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ജനുവരി 30th ആട്ടോ, ജനുവരി 30 അപ്പോൾ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, 6th വെഡിങ് ആനിവേഴ്സറി ആട്ടോ. പ്രത്യേകിച്ച് പരിപാടിയോ കാര്യമൊന്നുമില്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ ഒന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. സ്റ്റേക്കേഷനും കാര്യമൊക്കെ പോകണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ അതിന് മുന്നേ നമുക്ക് വേറൊരു ട്രിപ്പും കാര്യമൊക്കെ വന്നുകൊണ്ടും പിന്നെ തിരക്കായതുകൊണ്ടും അതൊന്നും പോകാൻ പറ്റിയില്ല. സോ ഞങ്ങളൊരു 1 day ഔട്ടിംഗ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതാരാ ഇത്? അയ്യോ ഉപ്പച്ചിയൊക്കെ പോന്ന, നമ്മളെ ജഷൊക്കെ പോന്ന. അവൾ ഉറങ്ങി എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ. അതിൻ്റെ ഒരു ഹായ് വന്നു, ഒരു ഹായ് പറയോ, ഒരു ഹായ് പറയോ. ഹായ് ഹായ്. ഷുഗാണോ ഷുഗാണോ എല്ലാവർക്കും ചോദിക്കേ, ഷുഗാണോ ചോദിച്ചേ. എല്ലാരും മമ്മ കഴിച്ചോ ചോദിച്ചേ, ഞമ്മ കഴിച്ചോ ചോദിച്ചേ. കഴിച്ചോ? ആ വെരി ഗുഡ്. ഇനി അമ്മ പറയട്ടെ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോവാൻ പ്ലാൻ ഇട്ടത് കോഴിക്കോട് ലുല്ലു വന്നിട്ട് ഞങ്ങൾക്ക് ഇതുവരെ പോയി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറേ ആയി പോണം എന്ന് വിചാരിക്കുന്നു, പക്ഷെ പോയിട്ടുണ്ടായിരുന്നില്ല. യെസ്, നമ്മള് ചുട്ടു നമ്മള് ലുല്ലു മാളിൽ പോവാ പറ. ലുല്ലു പറഞ്ഞേ. ലുല്ലു മാൾ പോകുവാ പറ. അവള് ചെറിയ വേർഡ്സ് ആയിട്ട് ഇപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട് ഫുള്ളായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ അതാണ്. ഞങ്ങളുടെ ഒരു ആനിവേഴ്സറി സ്പെഷ്യൽ ഔട്ടിംഗ് വീഡിയോ ആണ്, വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഞാനും അമ്മയും ഹസ്ബൻഡും കൂടെയാണ് പോകുന്നത്. അമ്മ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പം അമ്മേനെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ പോവാൻ റെഡിയായി. ഭയങ്കര ഹറിബറിയാണ്, പോവാൻ വേണ്ടി എല്ലാവരും റെഡിയായി ഇരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. പുതിയൊന്നുമല്ല, പഴയതാണ്. ഞാൻ ആക്ച്വലി പുതിയ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ വന്നിട്ടില്ല, ഓൺലൈനാണ്. സോ അപ്പോൾ നമുക്കൊരു ബാക്കി വിശേഷം പോകുന്ന വഴി കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് പുതിയൊന്നുമല്ല കേട്ടോ, എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രൈഡൽ ഷവറിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. പുതിയത് ഓർഡർ ചെയ്തിട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ അത് പിന്നീടാന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഷുട്ടുപ്പിയും റെഡിയായി സുന്ദരിയായിട്ട് മുടിയൊക്കെ കെട്ടിയിരുന്നിട്ട്. മുടി എത്ര സമയം വയ്ക്കുന്നൊന്നും അറിയില്ല, ജസ്റ്റ് കുറേ സമയം വെച്ചാലായി. അവൾക്ക് മുടി കെട്ടുന്ന ഇഷ്ടമേ അല്ല, അപ്പം തന്നെ ഊരിക്കളയും. അങ്ങനെ ഇതാ ഞങ്ങൾ വണ്ടിയിൽ കയറി പോവാണ്. ഞങ്ങൾ ഒരു 10 മണി 10:30 ഒക്കെ ആയപ്പോൾ ഇറങ്ങി, എന്നാൽ മാത്രമേ നമ്മൾ എന്താ പറയുക വേഗം അവിടെ എത്തുള്ളൂ. ഞങ്ങൾക്ക് ആക്ച്വലി കോഴിക്കോടും കണ്ണൂരും സെയിം ലെങ്ത്ത് ദൂരമാണ്, പക്ഷേങ്കിൽ കുറേയും കൂടെ പോവാൻ കോഴിക്കോട് കുറേയും കൂടെ ദൂരം ഉള്ളതുപോലെ തോന്നും. പിന്നെ റോഡ് പണി ഉള്ളത് കൊണ്ടും ഭയങ്കരമായിട്ട് ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. സോ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി. ആൻഡ് ഷുട്ടുപ്പി പിന്നെ ആസ് യൂഷ്വൽ വണ്ടി കയറി പാലും കുടിച്ച് അപ്പം തന്നെ ഉറങ്ങിപ്പോയി. അപ്പോൾ ഞങ്ങൾ ലുലു എത്താറായപ്പോൾ ഒന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ ഓൾറെഡി 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ചായ കുടിച്ച് ഉള്ളിൽ കയറിയ പിന്നെ നമുക്ക് ഫുഡ് കഴിച്ച് മെല്ലെ പോകാമല്ലോ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ അവിടെ നമ്മൾ കറങ്ങി നടന്ന് വരുമ്പോഴേക്കും വിശക്കും. അതുകൊണ്ട് ഞങ്ങൾ ചായ കുടിച്ചിട്ട് പിന്നെ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഷുട്ടു ഉറങ്ങിയിട്ടുണ്ട്, ഇനി അവളെ പതുക്കെ എഴുന്നേൽപ്പിക്കണം. ബിക്കോസ് അവൾക്ക് ഞാൻ റാഗി എടുത്തിട്ടുണ്ടായിരുന്നു, അവളെ ഒന്ന് ഫില്ല് ചെയ്ത് കയറ്റിയ പിന്നെ പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഞാൻ റാഗി കൊടുക്കുകയാണ് ഷുട്ടുവിന് വേണ്ടിയിട്ട്.
ഷുട്ടൂന് ഫുഡ് എടുത്ത് കഴിയുമ്പോഴേക്കും എൻ്റെ കോഫിയും എൻ്റെ സമൂസയും വന്നു. ഞാൻ സമൂസയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്താ അറിയില്ല, ഭയങ്കര ഒരു കോഫി അഡിക്ഷൻ എനിക്ക് വന്നിട്ടുണ്ട്. അതെനിക്ക് മാറ്റണം എന്നുണ്ട്. ഞാൻ പൊതുവേ കാപ്പി കുടിക്കാത്തൊരാളാണ്, പക്ഷേ എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ആ നല്ല പാലും ബ്രൂ കോഫിയൊക്കെ ആയിട്ടുള്ള ആ ഒരു മിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. അപ്പോൾ എനിക്ക് കുടിക്കണം തോന്നും. ഇനിയിപ്പം പെട്ടെന്ന് അത് മാറ്റിയെടുക്കണം. കോഫി ഈസ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത് അല്ലേ. അപ്പോൾ അതിന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പിന്നെ പതുക്കെ അങ്ങോട്ട് ഇറങ്ങി. അതിനിടയ്ക്ക് ഞാൻ ഷുട്ടൂന് ഒരു പഴമൊക്കെ കൊടുത്തു. കുറച്ച് കഴിച്ചു. അവൾ റാഗി കുടിച്ചുകൊണ്ട് തന്നെ അവൾ കുറച്ച് ഫുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്താറായി. ആക്ച്വലി കുറച്ചും കൂടെ ഉള്ളൂ. ആസ്റ്റർ മിംസ് കോഴിക്കോടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് നമ്മുടെ ലുലു. ഉറങ്ങാൻ ചെന്ന് കണ്ണൊക്കെ കണ്ടു. ഷുട്ടു ഭയങ്കര ലേറ്റായിട്ടാണ് ഇപ്പോൾ രാത്രി ഉറങ്ങുന്നത്. അവൾ എങ്ങനെയായാലും ഒരു 12 മണിയൊക്കെ ആവും. ഞാനതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലുമൊക്കെ നോക്കി കിടക്കുമ്പോഴേക്കും 1 o'clock ആവും. അതുകൊണ്ടാണ് ഭയങ്കര ഉറക്കക്ഷീണം ഒക്കെ. അപ്പോൾ അതായിരുന്നു നമ്മുടെ ആസ്റ്റർ മിംസ് കോഴിക്കോട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ലുലു. അങ്ങനെ ഞങ്ങൾ ലുലു എത്തിയിരിക്കുന്നു. ഞങ്ങൾ പോയ സമയത്ത് അധികം തിരക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ലുലുവിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് പാർക്കിംഗ് കിട്ടി. ഞങ്ങൾ ഷുട്ടൂന് വേണ്ടി സ്ട്രോളർ എടുത്തിട്ടുണ്ടായിരുന്നു. അവളെ എടുത്ത് ഫുൾ ലുലു ചുറ്റിക്കാണുക അല്ലെങ്കിൽ അവളെ നടത്തിക്കുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ്. നടത്തിക്കാൻ നിന്നാൽ അവൾ അവിടുത്തെ ഒരു സാധനം അവൾ വെക്കില്ല, എല്ലാം വലിച്ച് വാരിയിടും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ സ്ട്രോളർ എടുത്തു. പിന്നെ അപ്പോൾ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് കിട്ടിയതുകൊണ്ട് തന്നെ സുഖമായിട്ട് നമ്മൾ അകത്തേക്ക് കയറി. കൊച്ചി ലുലുവിൻ്റെ അത്രയും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ആക്ച്വലി ബ്രാൻഡ്സ് കുറവാട്ടോ. ബ്രാൻഡ്സ് ഇല്ല എന്ന് തന്നെ പറയാം. എനിക്ക് വാച്ചസിൻ്റെ ഒക്കെ ബ്രാൻഡ്സ് കുറച്ചും കൂടെ ഉണ്ട്. ടിസോട്ട്, കാൽവിൻ ക്ലെയിൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളുടെ ഡ്രസ്സ് വൈസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബാഗ്സിൻ്റെ ഒക്കെ ബ്രാൻഡ്സ് ശരിക്കും കുറവായിരുന്നു. വേറെ ഏതൊക്കെയോ നമുക്ക് അത്ര ഫെമിലിയർ ഇല്ലാത്ത കുറച്ച് ബ്രാൻഡ്സ് ഞാൻ കണ്ടിരുന്നു. അത് ഞങ്ങൾ ലുലു ഫാഷനിൽ കയറി. അവിടുന്ന് ഷുട്ടൂന് കിഡ്സിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് ചെറിയ 2 വീട്ടിലിടുന്ന പോലത്തെ 2 ഡ്രസ്സ് വാങ്ങിച്ചു. പിന്നെ ഞങ്ങളങ്ങനെ അതിലൂടെയൊക്കെ ചുമ്മാ ഇങ്ങനെ നടന്നു. ബാഗ്സിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഒരു ബ്രൗൺ ബാഗ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു ഓഫറിന് ഞാൻ കണ്ടു. സംഭവം വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളത് ഇങ്ങനെ ഫൈനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ടോയ്സിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ പിന്നെ ഷുട്ടു അവൾ ഇതുവരെ അങ്ങനെ ടോയ്സ് കണ്ടിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് വേണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ അവൾ എത്തിയിട്ടില്ല. ആക്ച്വലി അവൾക്ക് അങ്ങനെ ഭയങ്കര ക്രേസും എനിക്ക് തോന്നിയിട്ടില്ല അതിനോട് കണ്ടിട്ട്. ഞാനൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നു. അധികം ഭയങ്കര അങ്ങനെ ടോയ്സ് പ്രാന്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഓരോന്ന് കാണിക്കുന്നതിന് അത് വേണ്ട എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ. പിന്നെ ഞങ്ങൾ എന്തായാലും വന്നല്ലേ ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വെച്ച് നോക്കുമ്പോൾ ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ അതും വേണ്ട എന്ന് പറഞ്ഞു. ഇപ്പോഴാണ് ആക്ച്വലി അവൾ ടോയ്സിൻ്റെ സൈഡ് കാണുമ്പോൾ കുറച്ചൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ കാണിക്കുന്നത് തന്നെ ഇപ്പോഴാട്ടോ. ഒരു 1.5 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ അതൊക്കെ വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. ബില്ല് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അവിടെ വേറെ 2 ടോയ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ആന അവൾക്ക് ഭയങ്കര ഇഷ്ടം. ആന എന്നിങ്ങനെ പറയും. പിന്നെ ഞങ്ങൾ ഇത് വാങ്ങിച്ചു. ഞങ്ങൾ പേരിട്ടു ചിക്കു. അപ്പോൾ ഇതാണ് ഷുട്ടുവിൻ്റെ ന്യൂ ഫ്രണ്ട്. അപ്പോൾ അതിനെയും വാങ്ങിച്ച് ഞങ്ങൾ പിന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഫുഡ് കോർട്ടിൻ്റെ സൈഡൊക്കെ ഞങ്ങൾ പോയി നോക്കി. പക്ഷേ അങ്ങനെ വലിയ സംഭവകരമായ ഫുഡോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആസ് യൂഷ്വൽ പിസ്സ, ബർഗർ അതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതൊന്നും ഞങ്ങൾ വാങ്ങിയില്ല. പിന്നെ ചുമ്മാ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറി ചുമ്മാ ഇങ്ങനെ കറങ്ങി അമ്മയ്ക്കൊക്കെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ പതുക്കെ കാറിലേക്ക് പോയി. അപ്പോഴേക്കും തന്നെ ടൈം എന്തായാലും ഒരു 2:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെയുള്ള ചർച്ച എവിടെ നമ്മൾ ഫുഡ് കഴിക്കും എന്നുള്ളതായിരുന്നു. കോമഴിക്കോട് ബിരിയാണി റൂമത്തിൽ ബിരിയാണി തീർന്നു പോകും നമ്മൾ പോകുമ്പോഴേക്ക്. അവിടുത്തെ മട്ടൻ ബിരിയാണി കിട്ടില്ല എന്ന് പറയുന്നത്. ബീഫും അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് പാരകളിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് ഡിസൈഡ് ചെയ്തു. റൂമത്തിൽ പോയി പിന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവിടെയും ആക്ച്വലി ഭയങ്കര തിരക്കായിരിക്കും. എന്നാലും പിന്നെ ഞങ്ങൾ പാരഗൺ ബിരിയാണി ഒരു വികാരമായതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. പുറത്തിറങ്ങിയ എനിക്ക് യൂഷ്വലി ബിരിയാണിയാണ് കുറച്ചും കൂടി ഇപ്പം കഴിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് എനിക്ക് ഇവൾക്ക് പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡ് ആക്ച്വലി ബിരിയാണിയാണ് കൂടുതലും. വേറെ അങ്ങനെ അവൾ കഴിക്കാറുമില്ല, ഞാൻ കൊടുക്കാറുമില്ല. അങ്ങനെ ഞങ്ങളിതാ പാരഗണിലെത്തി. ഒടുക്കത്തെ
തിരക്കായിരുന്നു. ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. എന്താ പറയുക, അവരിങ്ങനെ പേരെഴുതിയിട്ടിട്ട് ഇങ്ങനെ ടോക്കൺ വിളിക്കുമല്ലോ ഹോസ്പിറ്റലൊക്കെ, അതുമാതിരിയായിരുന്നു ആൾക്കാരെ വിളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് പാരഗൺ ബിരിയാണി എന്തായാലും കഴിച്ചിട്ട് പോകുമെന്ന് വിചാരിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഇത് അറ്റ് ലാസ്റ്റ് നമ്മുടെ നമ്പർ വന്നു. ഷുട്ടു കുറച്ച് ക്രാങ്കി ആയിരുന്നു, എന്താ അറിയില്ല, അവൾ ഭയങ്കരമായിട്ട് ഒച്ചപ്പാടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് സമയം ഞാൻ കോക്കോമെലൺ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു, ഫുഡൊക്കെ വരുന്നവരെ. അപ്പോൾ സാധാരണ അങ്ങനെ ഹോട്ടലിൽ പോയാലൊന്നും ഞാൻ വെച്ച് കൊടുക്കാറേ ഇല്ല, പക്ഷേ ഇന്നെന്തോ അവളുടെ മൂഡ് അത്ര ശരിയായിരുന്നില്ല. അങ്ങനെ നമ്മുടെ യമ്മിയസ്റ്റ് പാരഗൺ ബിരിയാണി എത്തിയിട്ടുണ്ട്. കഴിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയായിരിക്കും കോഴിക്കോടിലെ പാരഗൺ എങ്ങനെയാണ്. അടിപൊളി ബിരിയാണിയാണ്, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ക്ഷീണിച്ച്, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങുമ്പോഴേക്കും തന്നെ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് നമ്മൾ 4 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടി കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഷുട്ടു അവൾ പാലൊക്കെ കുടിച്ച് ഉറങ്ങിപ്പോയി. അപ്പം ഞാനും കുറച്ച് സമയം ആക്ച്വലി ഉറങ്ങി കേട്ടോ. ഭയങ്കര ക്ഷീണമായിരുന്നു. ആ ഒരു ബിരിയാണിയുടെ കിക്കും ഒന്നും പറയണ്ട. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ വേറെ എവിടെയും പോയില്ല. ഞങ്ങൾ ആക്ച്വലി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്താറായി. ഞങ്ങൾ ആക്ച്വലി പോകുന്ന വഴിക്ക് ഇന്നലെ നമ്മളൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇതാണ് നമ്മുടെ ആനിവേഴ്സറി കേക്ക്. ആൻഡ് അപ്പം തന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു വീട്ടിലെത്തിയ പാടെ. അല്ലെ പിന്നെ വീണ്ടും ഡ്രസ്സൊക്കെ മാറ്റി, ഇതൊക്കെ വലിയ ചടങ്ങാണ്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വന്ന അപ്പം തന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു, എല്ലാവർക്കും കൊടുത്തു. ബിരിയാണി കഴിച്ചുകൊണ്ടാന്ന് തോന്നുന്നു ഞാൻ ഭയങ്കര ടയർഡായി വണ്ടി കയറി. അപ്പം തന്നെ ഞാൻ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് എനിക്ക് കൂടുതൽ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിപ്പം വീട്ടിലെത്തി. ആൻഡ് ഞങ്ങളെല്ലാവരും ഫ്രഷപ്പൊക്കെ ആയി. ഞങ്ങൾ ചെറിയ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വന്ന പാടെ തന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭയങ്കര കുട്ടി ഞങ്ങളുടെ ഒരു ആനിവേഴ്സറി സെലിബ്രേഷൻ വീഡിയോ ആണ്. അപ്പോൾ സെലിബ്രേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ആനിവേഴ്സറി ഔട്ടിംഗ് വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ചേച്ചാ ബൈ ബൈ, ഗുഡ് നൈറ്റ്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ കൂടെ വന്നിട്ടുണ്ട്. ഗുഡ് നൈറ്റ് പറ ഷുട്ടു. ഗുഡ് നൈറ്റ്. എല്ലാവരും വീഡിയോ കാണണം പറ. വീഡിയോ കാണണം പറ. എല്ലാരും വീഡിയോ കാണണം പറ. വീഡിയോ കാണണം പറയില്ല. ബൈ ഗൈസ്.